നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാർട്ട് സെക്കൻഡിലെ മൂന്നാമത്തെ പാഠമാണ്. അതായത് ഇന്ത്യയുടെ നദീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് നദിയുടെ ഏതൊക്കെ തരം നദികളുടെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചും. മീൻസ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിവർ സിസ്റ്റമാണ് നമുക്കുള്ളത്. അതിൽ ഒന്ന് ഹിമാലയൻ നദികളാണ്, മറ്റൊന്ന് ഉപദ്വീപീയ നദികളാണ്. ഇതിൻ്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചും അതുപോലെ തന്നെ രണ്ടിൻ്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചും അതുപോലെ അത് എവിടെയാണ് അതിൻ്റെ മേഖലകൾ, ഏതൊക്കെ ഭാഗത്തു കൂടിയാണ് അത് ഒഴുകി പോകുന്നത്, അതുണ്ടാക്കുന്ന സാമൂഹിക സാംസ്കാരിക സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ളതൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അതിൽ 2008 ജൂണിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇൻ ദ ടേബിൾ ബിലോ ദ സോഴ്സ് ഓഫ് സം മേജർ പെനിൻസുലർ റിവേഴ്സ് ആർ ഗിവൺ, ഐഡൻറ്റിഫൈ ദ റിവേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ്. താഴെ പട്ടികയിൽ ചില പ്രധാനപ്പെട്ട പെനിൻസുലാർ നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നു. നദികൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 എണ്ണം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ഉത്ഭവ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് അമർകണ്ടക് മധ്യപ്രദേശാണ്. അതുപോലെ കൂർഗ് ഡിസ്ട്രിക്റ്റിലെ ബ്രഹ്മഗിരി കുന്നുകൾ. മൂന്നാമത്തത് റായ്പൂർ ഡിസ്ട്രിക്റ്റിലെ സിവാഹ. നാസിക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ. ഇങ്ങനെ 4 നദികളുടെ നിങ്ങൾക്ക് 2 സ്കോറാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ നദികളുടെ ഉത്ഭവ സ്ഥാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പട്ടിക രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അമർകണ്ടക് മധ്യപ്രദേശിലെ അമർകണ്ടകിൽ നിന്നും ആരംഭിക്കുന്ന നദി എന്ന് പറയുന്നത് നർമ്മദ നദിയാണ്. നർമ്മദ നദി അമർകണ്ടക്കിലെ മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ നിന്ന് ആരംഭിച്ച് അത് മഹാരാഷ്ട്രയിലൂടെ ഒഴുകിയിട്ട് അവസാനം അത് അറേബ്യൻ സീയിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നമുക്ക് കൂർഗ് ഡിസ്ട്രിക്റ്റിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന്. നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലാണ് കൂർഗ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മുടെ ഏത് ടൂറും അറേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് കൂർഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കൂർഗിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത് ഒരു സംശയമില്ല നമ്മുടെ കാവേരി നദിയാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ റായ്പൂർ ഡിസ്ട്രിക്റ്റിലെ സിവാഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി അതാണ്. റായ്പൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാപിറ്റൽ ഓഫ് ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലാണ് റായ്പൂർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദി, ആ നദി ശരിക്കും ഉത്ഭവിച്ച ഒറീസയിലൂടെ അത് ബേ ഓഫ് ബംഗാളിലേക്കാണ് ചെന്ന് പതിക്കുന്നത്. ആ നദിയുടെ പേര് മഹാനദി എന്നാണ്. ഓക്കെ, മഹാനദി. ഇനി ലാസ്റ്റ് വൺ, നാസിക് ഡിസ്ട്രിക്റ്റിലെ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നാസിക് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്, മഹാരാഷ്ട്ര ജില്ലയിലാണ്. നാസിക് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഏതാണ്? യെസ്, ഏറ്റവും വലിയ നദിയായ ദക്ഷിണേന്ത്യൻ നദിയായ ഗോദാവരിയാണ്. അതാണ്. ഓക്കെ. നമുക്ക് അടുത്ത 2009 മാർച്ചിലെ ചോദ്യം, പ്രിപ്പയർ എ ചാർട്ട് ഷോ എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സ്. നല്ലോണം പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഒരുപക്ഷെ 2 മാർക്കും 4 മാർക്കും വേണമെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യം വരെ ചോദിക്കാം. 2, 3, 4, 6 മാർക്ക് വരെ ചോദിക്കാവുന്ന അക്കോർഡിംഗ് ടു പോയിന്റ്. നമ്മളതിന് ഇവിടെ 2 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2 നദികൾ തമ്മിലുള്ള വ്യത്യാസം, ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഹിമാലയൻ നദികളുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻസ് ആണ്, ഗ്ലേഷ്യേഴ്സ് ആണ്. നേരെ മറിച്ച് ഉപദ്വീപീയ നദികൾ നമ്മുടെ പെനിൻസുലർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയൻ റിവേഴ്സ് ഓൾമോസ്റ്റ് എപ്പോഴും ത്രൂ ഔട്ട് ഇയർ അതിൽ വെള്ളമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ജലഗതാഗതത്തിനൊക്കെ പറ്റുന്നതാണ്. നേരെ മറിച്ച് ഉപദ്വീപീയ നദികളാണെങ്കിൽ വർഷകാലത്തെ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ പ്രസിപ്പിറ്റേഷൻ, വർഷകാലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ അത് വരേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അപരദന പ്രക്രിയ, അപരദനത്തിൻ്റെ തോതും തീവ്രതയും അതുപോലെ വർഷണത്തിൻ്റെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഏരിയയുടെ വ്യത്യാസവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹിമാലയത്തിൽ അത് വളരെ കാച്ച്മെൻറ്റ് ഏരിയ വളരെ കൂടുതലാണ്, നേരെ മറിച്ച് പെനിൻസുലാർ റിവേഴ്സിൽ ആ ഏരിയ കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരുപാട് 2 മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 മാർക്ക് മുതൽ ഒരുപക്ഷെ 6 മാർക്ക് വരെ വരാവുന്നതാണ്. അതുകൊണ്ട് ഗിവ് ഇമ്പോർട്ടൻറ്റ് ടു ദി ടോപ്പിക്. അടുത്തത് 2010 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളുടെ പോഷക നദികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ ഏത് നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ട്രിബ്യൂട്ടറീസ് ഓഫ് സം മേജർ റിവറാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഏതൊക്കെയാണുള്ളത്? ഇന്ദ്രാവതി, കബനി, സത്ലജ്, യമുന. ഈ നദികളുടെ മെയിൻ റിവേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നദികൾക്ക്, അതായത് മെയിൻ റിവേഴ്സിന് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന നദികൾക്കാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ. മെയിൻ നദികളെ പോഷിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ഇന്ദ്രാവതി എന്നുള്ളത്
ഗോദാവരിയുടെ പോഷക നദിയാണ്. ഇന്ദ്രാവതി ഗോദാവരിയാണ്. കബനി എന്ന് പറയുന്നത് കാവേരിയുടെ പോഷക നദിയാണ്. സത്ലജ് ഇൻഡസിൻ്റെ പോഷക നദിയാണ്. സത്ലജ് അത് ഹിമാലയൻ റിവറാണ്. യമുനയും ഹിമാലയൻ റിവറാണ്. അത് നിങ്ങൾക്കറിയാം. യെസ്, ഗംഗയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദിയാണ് യമുന. അപ്പോൾ 2 മാർക്കാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി 2010 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ്ലി ഐഡന്റിഫൈ ദ ഐറ്റംസ് ഫ്രം കോളം ബി ആൻഡ് സി അഗെയിൻസ്റ്റ് ദോസ് ഗിവൺ ഇൻ കോളം എ. കോളം എക്ക് അനുയോജ്യമായത്. ഇങ്ങനെ ടേബിളുകൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ 1-2 പറഞ്ഞിട്ട് പോകാം, ബാക്കി നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ ഗോദാവരിക്ക് ഇതിൽ ഏറ്റവും ചേർന്നിരിക്കുന്നത്, ഗോദാവരി അറിയപ്പെടുന്നത് ദക്ഷിൺ ഗംഗ എന്നുള്ള പേരിലാണ്. ദക്ഷിൺ ഗംഗ. ഓക്കെ, ദക്ഷിൺ ഗംഗയാണ് ഗോദാവരി. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ്. അതുകൊണ്ടാണ് അതിന് ദക്ഷിൺ ഗംഗ എന്നുള്ള പേര് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ബി, നർമ്മദയാണ്. നർമ്മദ നമ്മൾ നേരത്തെ പറഞ്ഞു, നർമ്മദ സ്റ്റാർട്ട് ചെയ്യുന്നത് അമർകണ്ടക്കിലാണ്. മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ നിന്നാണ് നർമ്മദ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ നർമ്മദയുടെ ഒരു പ്രത്യേകത, അതൊരു ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ്. ഫോൾട്ട് വാലിയാണ് ഈ ഒഴുകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്. അതാണ് ഇതിന് ഏറ്റവും ചേർന്നത്. ഇനി ഗംഗയുടെ ഇവിടെ ഒറിജിൻ ഓഫ് ഗംഗയാണ്. ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഈ ബി കോളത്തിൽ ഗംഗോത്രി ഹിമാനിയാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ബാധിത ഗംഗോത്രിക്ക് ഏറ്റവും ചേർന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. യെസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നുള്ളതാണ് ഗംഗയ്ക്ക് ഏറ്റവും ചേർന്നത്. ഇനി അടുത്ത ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ് സാങ്പോ എന്നുള്ളത്. സാങ്പോ. അതുപോലെ ഈ ബ്രഹ്മപുത്രയുടെ സാങ്പോ ഏരിയയിലും ആസാം ഏരിയയിലാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ചേർന്നത് വെള്ളപ്പൊക്ക ബാധിത മേഖല എന്നുള്ളതാണ്. ബാധിതം. ഓക്കെ, വെൽ നോൺ ഫോർ ഫ്ലഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നോക്കാം ഇത്. ഇനി അടുത്തതും ഒരു ചേരുംപടി തന്നെയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് കൈവഴികളാണ്, ട്രിബ്യൂട്ടറീസ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മേജർ റിവേഴ്സും അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റവും എവിടെയാണ് ചെന്ന് പതിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ട്രിബ്യൂട്ടറി അളകനന്ദയുടെ മേജർ റിവർ നമുക്കറിയാം ഗംഗയാണ്. അത് ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. അവിടെ തന്നിട്ടുണ്ട്. ജലം എന്നുള്ളത് മേജർ റിവർ സത്ലജ് ആണ്. അത് ചെന്ന് പതിക്കുന്നത് അറേബ്യൻ സീയിലാണ്. അതുപോലെ തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ റിവറിനാണ്. തുംഗഭദ്ര കൃഷ്ണ റിവറാണ്. കൃഷ്ണ റിവർ ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഇന്ദ്രാവതി ഏതാണ്? ഗോദാവരിയുടേതാണ്. ഇന്ദ്രാവതി ഗോദാവരിയുടേതാണ്. ഗോദാവരി റിവർ ചെന്ന് പതിക്കുന്നത്, ഗോദാവരിയും ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. അതുപോലെ ബുർഷിദിഹിങ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടേതാണ്. ബുർഷിദിഹിങ് ഈ വായിക്കൊള്ളാത്ത പേര് വന്നൊക്കെ, അല്ലെങ്കിൽ ചൈനീസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേരുകൾ വന്നാലൊക്കെ അത് നമുക്ക് ഓർക്കാം. അത് ബ്രഹ്മപുത്രയുടേതാണ്. അപ്പോൾ നോക്കണ്ട, ബുർഷിദിഹിങ് നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മളൊരു ബ്രഹ്മപുത്രയുടെ സാങ്പോ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഒരു ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്ലാങ് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ബ്രഹ്മപുത്രയുടേതാണ്. അതും വന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, ഇനി അടുത്തതും ഒരു ചേരുംപടി ചേർക്ക് തന്നെയാണ്. 2015 ചോദിച്ചിരിക്കുന്നത് ഉത്ഭവസ്ഥാനങ്ങളുടെ പട്ടികപ്പെടുത്തുകയാണ്. പ്ലേസ് ഓഫ് ഒറിജിൻ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഓരോ നദിയും തന്നിരിക്കേണ്ട അതിന് ഉത്ഭവസ്ഥാനം പട്ടികപ്പെടുത്തുകയാണ്. ഏതാണ്? നർമ്മദ റിവർ. നമ്മൾ നേരത്തെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. നർമ്മദ റിവർ അമർകണ്ടക്കിലാണ്. അമർകണ്ടക്കാണ് അതിന് ഏറ്റവും ചേർന്നത്. അമർകണ്ടക് പീഠഭൂമിയാണ്. ഇനി ബ്രഹ്മപുത്ര ഈസ് ഒറിജിൻ ഫ്രം ചമയങ്ഡങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഒറിജിൻ ചെയ്യുന്നത്. ചമയങ്ഡങ് ഹിമാനി, മനസ്സരോവറിൻ്റെ അടുത്തുള്ള ലേക്കിനടുത്തുള്ള ചമയങ്ഡങ് ഹിമാനിയിലാണ് ഈ ബ്രഹ്മപുത്ര ഒറിജിൻ ചെയ്യുന്നത്. കാവേരി നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കൃഷ്ണ ഒറിജിൻ ചെയ്യുന്നത് മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഇത്രയുമാണ് ഈ ഒരു കോളത്തിലുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 2012 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത് നദീതടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വേർതിരിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 2 നദികൾ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ ചോദിച്ചത്. ഇനി 8ാമത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ മാച്ച് ദ ഫോളോയിങ് കറക്റ്റ്ലി ഐഡന്റിഫൈയിങ് ദോസ് ഗിവൺ ഇൻ ദ കോളം ബി ആൻഡ് സി അഗെയിൻസ്റ്റ് കോളം എ. എക്ക് അനുയോജ്യമായത് ബി സി കോളത്തിൽ നിന്നും ചേർത്തെഴുതുക എന്നുള്ളത്. അപ്പോൾ എ എന്നുള്ള കോളം നിങ്ങൾ ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മാറ്റാൻ പാടില്ല. എ അങ്ങനെ തന്നെ എഴുതുക. ബി സിയും മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഇവിടെ സിന്ധുവിൻ്റെ ഒറിജിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിന്ധു ഒഴുകുന്ന സ്ഥലമാണ്. നമുക്കറിയാം സിന്ധു നദിയുടെ 5 നദികൾ ചേർന്നിട്ടാണ് ഈ പഞ്ച് അബ് എന്നുള്ള വാക്കിൽ നിന്നാണ് പഞ്ചാബ് ഉണ്ടായത്. അപ്പോൾ സിന്ധു പഞ്ചാബ് സമതലമാണ്. അതിൻ്റെ ഒരു പോഷക നദിയാണ് ജലം എന്ന് പറയുന്നത്. ഓക്കെ, ജലം നദി.
ഇനി രണ്ടാമത്തത് ഗംഗയാണ്. ഗംഗോത്രി ഹിമാലയിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞത് ഗംഗോത്രി ഹിമാലയിൽ നിന്നാണ്. അതിൻ്റെ ഒരു പോഷക നദിയാണ് യമുന എന്നുള്ളത്. ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര കൈലാസ് മലനിരകൾ, അതായത് മാനസരോവറിനടുത്തുള്ള കൈലാസ് മലനിരകളിൽ നിന്നാണ് അതിൻ്റെ ഒരു ഒറിജിൻ. അപ്പോൾ അതിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് സാങ്പോ, പോഷക നദിയാണ് സാങ്പോ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ഇനി വീണ്ടും നാലാമത്തെ ചോദ്യം, ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്ന് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വീണ്ടും ചോദിച്ചിരിക്കുന്നത് 2013. 2 വർഷത്തെ ഗ്യാപ്പിൽ പിന്നെയും ഈ സെയിം ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ നദികളെ അടിസ്ഥാനമാക്കിയുള്ള പട്ടിക പൂർത്തീകരിക്കുക. ഇവിടെ ഒരു കോളം ടേബിൾ കംപ്ലീഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്ഭവ പ്രദേശം, ഒഴുക്കിൻ്റെ സ്വഭാവം, വൃഷ്ടി പ്രദേശം, അതുപോലെ തന്നെ നദികളുടെ പ്രായം എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹിമാലയ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും, ഇന്ത്യൻ നദികളെ അടിസ്ഥാനമാക്കിയുള്ള പട്ടിക വെറുതെ. അപ്പം നേരത്തെ പറഞ്ഞ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒറിജിൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഹിമാനികളാണ്. ഇത് മലനിരകളിൽ നിന്നാണ്. ഒഴുക്കിൻ്റെ സ്വഭാവം ത്രൂ ഔട്ട് ഇയർ വെള്ളം ഉണ്ടാവും. ഉപദ്വീപീയ നദിയിലാണെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ പ്രസിപ്പിറ്റേഷൻ, മഴയെ ആശ്രയിച്ചിരിക്കും. വൃഷ്ടി പ്രദേശം വളരെ കൂടുതലാണ് ഹിമാലയ നദികൾക്ക്, എന്നാൽ ഇവിടെ വളരെ താരതമ്യേന കുറവാണ്. നദികളുടെ പ്രായം നമുക്കറിയാം. നദികളുടെ പ്രായം മീൻസ് അതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഓൾഡ്, വളരെ പഴക്കം ചെന്ന നദികളാണ് ഇവിടെ ഉള്ളത്, ഈ ഒരു ഹിമാലയ നദികൾ. എന്നാൽ ഉപദ്വീപ നദികൾ സാധാരണഗതിയിൽ അതിൻ്റെ പ്രായം കുറവാണ് എന്നുള്ളത്. ഇനി അടുത്തത് 2014 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദികളെ പട്ടികപ്പെടുത്തി അവയിൽ ഏറ്റവും കൂടിയ ഡെൽറ്റ പ്രദേശത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് ദ river system in India which is built in the deltas on the streams of coast of India. Prepare a note on the largest delta regions of India എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റ ഫോം ചെയ്യുന്നത് നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി നദീമുഖത്ത് അടിഞ്ഞുകൂടുമ്പോഴാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലാൻഡ് ഫോം രൂപീകരിക്കുന്നത്. അതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. ആ സുന്ദർബൻ ഡെൽറ്റയിൽ സസ്യജാലങ്ങളെക്കുറിച്ചും കണ്ടൽ കാടുകളെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും ഒക്കെ തന്നെ അത് ഒന്ന് വിശദീകരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ബംഗ്ലാദേശ് തീരത്താണ്, കൽക്കത്തയുടെ തീരത്താണ്, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൻ്റെ തീരത്തായിട്ടാണ് എന്ത് കാണുന്നത്, ഈ സുന്ദർബൻ ഡെൽറ്റ ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇത് സൂചിപ്പിക്കേണ്ടത്. ഇനി അടുത്തൊരു പട്ടിക പൂർത്തീകരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് 2014 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒഴുക്കിൻ്റെ നദികളുടെ പ്രായം നേരത്തെ പറഞ്ഞു തന്നെയാണ്, സെയിം പട്ടിക. ഈ 2 ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള താരതമ്യമാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ്. അടുത്ത 2015 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഇന്ത്യയിലെ ഹിമാലയ നദികൾ നോക്കൂ, വീണ്ടും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെയാണ്. പിന്നെയും ഇവിടെയും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 2015 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് സെയിം ചോദ്യം ചോദിച്ചിരിക്കുന്നു, ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഏരിയ നല്ലോണം നോക്കുക എന്നർത്ഥം. ഇനി അടുത്ത 2016 ചോദിച്ചിരിക്കുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒറിജിൻ, നദികളുടെ ഉത്ഭവസ്ഥാനം, പോഷക നദി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഗോദാവരിയുടെ ഒറിജിൻ നാസിക്കിലാണ്. അതുപോലെ തന്നെ ഇന്ദ്രാവതിയാണ്. ബ്രഹ്മപുത്രയുടെ ചമയുങ്ങാണ്, അത് മാനസാണ് അതിൻ്റെ ട്രിബ്യൂട്ടറി. കാവേരിയുടേത് ബ്രഹ്മഗിരിയാണ്, അതിൻ്റെ ഭവാനിയാണ് അതിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ആ ടേബിള് 2 ഹിമാലയൻ നദികളുടെയും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുടെ പെനിൻസുലാർ റിവേഴ്സിൻ്റെയും ഒറിജിനും അതുപോലെ തന്നെ പോഷക നദികളും, അതുപോലെ അത് എവിടെയാണ് ചെന്ന് പതിക്കുന്നത്, അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോകുന്നു എന്നുകൂടി ഒന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു 4 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. എ, നദികളുടെ പേര് കൊടുത്തിരിക്കുന്നു, ഒറിജിൻ കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ പോഷക നദികളും കൊടുത്തിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാണ്. കൃഷ്ണയുടെ മഹാബലേശ്വറാണ്. മഹാബലേശ്വർ അതുപോലെ തന്നെ തുംഗഭദ്രയാണ് അതിൻ്റെ സി കോളത്തിൽ. ഗോദാവരി ഉത്ഭവിക്കുന്നത് നാസിക്കിൽ നിന്നാണ്, അതിൻ്റെ ഒരു പോഷക നദിയാണ് പെൻഗംഗ. കാവേരി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്, അതിൻ്റെ ഒരു പോഷക നദിയാണ് അമരാവതി. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ചോദ്യവും സെയിം തന്നെയാണ്, ഞാനത് വിട്ടേക്കുകയാണ്. 12ാമത്തെ ചോദ്യം 2017 ചോദിച്ചിരിക്കുന്നതും സെയിം ചോദ്യം, അതായത് 2ൻ്റെയും വ്യത്യാസങ്ങൾ എഴുതാണ്. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ 2018 ചോദിച്ചിരിക്കുന്നതും സെയിം ആണ്, ഈ 2 നദികളുടെയും വ്യത്യാസം എഴുതുക എന്നുള്ളത്, ഹിമാലയൻ നദി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട രീതിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ 2018 ചോദിച്ചിരിക്കുന്നത് സഖ്യാതിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതെന്നാണ്. യെസ്, 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ്. മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സംശയമില്ല കൃഷ്ണയാണ്.
ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ 2018 ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ നൽകിയിട്ടുള്ള ജലനിർഗമന മാതൃകകൾ തിരിച്ചറിയും. ഇതാണ് ഒരു വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത്. ഒരു ജലനിർമ്മാണം, എനിക്ക് തോന്നുന്നു 2018 ആകുമ്പോൾ ഇതൊന്നും ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ്? ഒരു നദി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ എന്ത് പാറ്റേൺ ആണ് അറിയപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചായിരിക്കുന്നത് പാറ്റേൺ. ഒരു നദി ഒറിജിൻ ചെയ്ത് ഒഴുകുന്നതിനനുസരിച്ചിട്ട് അതിന് നമ്മളൊരു ഏരിയൽ ഫോട്ടോഗ്രാഫി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകൃതിക്കനുസരിച്ച് നമ്മൾ പല പേരുകളും പാറ്റേണുകളുടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? നദി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ദിശകളിലും ഒഴുകുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്നത് റേഡിയൽ പാറ്റേൺ എന്നുള്ളതാണ്. റേഡിയൽ, ഒരു സ്ഥലത്ത് നിന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ അതിന് പല പല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പോകുന്നത്. മറ്റേതെന്താണ്? നദികളുടെ ജലം എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ ഗർത്തത്തിലേക്കോ, അതൊരു ട്രീ ഷേപ്പ് ആയിട്ടാണ്, മരത്തിൻ്റെ ചില്ലകൾ പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കുന്നു. അതിന് പറയുന്ന പേര് ഡെൻഡ്രിറ്റിക് പാറ്റേൺ എന്നാണ്. ഇത്രയുമാണ് 2018 വരെ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ നദികളുടെ ഒറിജിൻ പ്ലേസും അതിൻ്റെ പോഷക നദികളും അത് ചെന്ന് പതിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെൻട്രേറ്റ്, ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.